ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പി വിത്ത് അംബ്ലിസേഷൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതിലേക്ക് ഞാനൊരു ലെഗ് പീസും പിന്നെ കുറച്ച് ബോൺലെസ് പീസും എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് മസാലപ്പൊടിയും, ഒരു 1.5 സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങേൻ്റെ പകുതി ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പിഴിഞ്ഞ് ഒഴിച്ച ശേഷം നമ്മുടെ കുരുമുളക് ഇടിച്ചതാണ് കേട്ടോ, ഇടിച്ച കുരുമുളക് അതിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. നമ്മുടെ ചിക്കനിൽ മസാല നല്ലതായിട്ട് പിടിക്കുന്നത്, അതായത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും നമ്മൾ മസാല പിടിക്കണം. ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത ആ ചിക്കൻ ഒരു കുക്കറിലോട്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് നമ്മുടെ കുക്കറിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു വിസിലടിക്കണം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്കിനി ഇത് കുക്കറ് അടുപ്പത്തോട്ട് വെച്ച് നമ്മുടെ ചിക്കൻ വേവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ചിക്കൻ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ ഒരു വിസിലടിക്കാനുള്ളത്, ആ ടൈമിൽ നമ്മളിവിടെ ചിക്കന് വേണ്ടിയുള്ള കോട്ടിങ് തയ്യാറാക്കാൻ പോവാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന അതിനകത്തേക്ക് ഒരു കോൺഫ്ലവറാണ് കുറച്ച്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ കട്ടി പിടിക്കാതെ നല്ല ലൂസ് കൺസിസ്റ്റൻസി ഇടുന്ന പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മണ്ടയ്ക്ക് കാണുന്നത് യെല്ലോ കളറിലെ മണ്ടയ്ക്ക് കാണുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ കട്ട മൊത്തം നല്ല ലൂസ് കൺസിസ്റ്റൻസി വേണം, ഒട്ടും കട്ടി പിടിക്കാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. ചോറിനോടല്ല, കുറച്ച് സ്നാക്സ് രൂപത്തിൽ കഴിക്കാനായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ കുക്കറിൽ വെച്ചിട്ട് ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കാം. നമുക്ക് വേണ്ടോ, നമ്മൾ അത് വെച്ചപ്പോൾ കുറച്ച് പോലും വെള്ളം ഒഴിച്ചില്ല, ബട്ട് അത് നമ്മൾ വെന്ത് ഒരു വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ കുറച്ച് മുമ്പ് ഇത് കോട്ടിങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ പാനം ചൂടായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാറ്റി ചിക്കനില്ലേ നമ്മൾ ഡിപ്പ് ചെയ്ത്, ഇനി ആ ചിക്കൻ നല്ലതായിട്ട് ഒന്നുകൂടി ഡിപ്പ് ചെയ്ത ശേഷം നമ്മളിത് ഇങ്ങനെ ആ ചിക്കൻ ഓരോ ചിക്കൻ പീസായിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടുമ്പം കാര്യം ശ്രദ്ധിക്കണം ഗൈസ്, നമ്മളിത് ഇങ്ങനെ എല്ലാം അടുപ്പിച്ചിടുമ്പോൾ ഇല്ലേ ഒരെണ്ണം മറ്റൊന്നിൽ കയറി ഒട്ടി പിടിക്കാതെ, അപ്പോൾ കുറച്ച് ഇതായിട്ട് വേണം. ഞാനിപ്പം മൊത്തത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നല്ല പണി കിട്ടിയായിരുന്നു, അത് കയറി ഒട്ടി പിടിച്ചു. നമുക്ക് പിന്നെയും നല്ലതായിട്ട് ഒന്ന് രണ്ട് സൈഡ് നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ തിരിച്ച് മറിച്ച് വിട്ട് നല്ലതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒന്ന് മൊരിഞ്ഞ് വരണം. ഈ വൈറ്റ് ഷെയ്ഡൊക്കെ മാറി ഏകദേശം ഒരു ചെറിയ ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ച് മറിച്ച് വിട്ട് നല്ലതായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അതെ, ഇപ്പോൾ ഒരു ഭാഗം തിരിച്ചിടാറായി, അപ്പോൾ നമ്മൾ തിരിച്ചിട്ടെടുത്തത് കൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ എരിവൊക്കെ കുറച്ചുണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ പറയുമ്പോഴത്തേക്ക് ചിക്കൻ മിക്കവാറും എല്ലാ കുട്ടികളും കഴിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു നോർമൽ ചിക്കൻ ഫ്രൈ അല്ല, കുറച്ച് വെറൈറ്റി പോലെ ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് കഴിക്കാനൊരിത് കാണും കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വെറൈറ്റി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയും ഏകദേശം റെഡിയായി നമ്മുടെ ചിക്കൻ ഫ്രൈ ഇടും. ഇനി തിരിച്ച് മറിച്ചിട്ടൊന്ന് കൊടുത്താൽ മതി. അപ്പം ഇത് ഏകദേശം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് മൊത്തം മൊരിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിത് ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടാൽ വേണമെങ്കിൽ ഇത് ചിലപ്പോൾ അടിക്ക് പിടിച്ചാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് മൊരിഞ്ഞെടുന്നതിന് വരെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ റെഡിയായി. ഇനി കുറച്ച് നേരം ചെറു ചൂടിക്കൊന്ന് കുറച്ചുകൂടി ഇതായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാം, ബട്ട് ടൊമാറ്റോ സോസ് ഇല്ലായിട്ട് ഇഷ്ടമല്ല. വേറെ ട്യൂഷൻ കഴിഞ്ഞ് വന്നൊരു സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് വേറെ വന്നുകൊണ്ടേ കൊടുത്ത് നമ്മളിത്. അപ്പോൾ നമുക്കിനിയും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച സീനാണ് കേട്ടോ. നമുക്കിനി എന്തായാലും അവൾക്ക് കൊടുത്ത് നോക്കാം. അവൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നു നോക്കാം കേട്ടോ. അവൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ ലെഗ് പീസ് അവൾ കഴിച്ചു കിട്ടും, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ വെക്കാം ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.